ഈ സമ്മേളനത്തിന് മുഖ്യ പ്രഭാഷണം നടത്തി വേദിയിലിട്ട ബഹുമാന്യനായ MLA എം മുരളി, ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് ഇ നാസർ, ബഹുമാന്യയായ ഈ വാർഡിന്റെ മെമ്പർ വസന്ത ബാലകൃഷ്ണൻ, 13ാം വാർഡിന്റെ പ്രിയപ്പെട്ട മെമ്പർ അബ്ദുൽ അസീസ്, ഇവിടെ ഈ സംഘടന ഇതിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന കവി കൂടിയായിട്ടുള്ള അനിൽ പനച്ചൂരാൻ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചത്. ആശംസകൾ താഴേന്ന് തന്നെ ആരംഭിച്ചത് അദ്ദേഹം കൂടി വന്ന് ഉദ്ഘാടന ചടങ്ങ് നടക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുണ്ടായി. എന്തായാലും ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും. ബഹുമാന്യരായ മറ്റ് സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികൾ, ഇലപ്പക്കുളത്ത് ഒരു കലാസാംസ്കാരിക സംഘടന അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കപ്പെടുകയാണ്. ഇലപ്പക്കുളത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ നിരവധി കലാസാംസ്കാരിക സംഘടനകൾ, യുവജന സംഘടനകളെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള പ്രദേശമാണ്. എന്നാൽ ഇവിടുത്തെ കുറെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കലാസാംസ്കാരിക സംഘടനയ്ക്ക് രൂപം കൊടുത്ത് ഒരു കലാസാംസ്കാരിക സംഘടന എന്താണ് പ്രവർത്തിക്കേണ്ടത്, അവരുടെ ഉത്തരവാദിത്വം എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കിക്കാണുവാനും അവരെ സഹായിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും കഴിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു കലാസാംസ്കാരിക സംഘടനാ പ്രവർത്തനം ഒരു കാലഘട്ടത്തിൽ നടത്തിയത് നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ സാമൂഹ്യ ചൂഷണത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കി അതിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് സമൂഹത്തെ സാമാന്യവൽക്കരിച്ചുകൊണ്ട്, ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയൊരു കടമയാണ് കലാസാംസ്കാരിക സംഘടനാ പ്രവർത്തനത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. മലയാളിക്ക് ഒട്ടനവധി ശ്രദ്ധേയമായ കവിതകൾ നൽകിയ കേരളത്തിലെ അറിയപ്പെടുന്ന ചലച്ചിത്രഗാന രചയിതാവ്, യുവ സാഹിത്യകാരൻ ശ്രീ അനിൽ പനച്ചൂരാനെ ഈ നിലാവ് സാംസ്കാരിക സമിതിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സംഭവിച്ചതായ ഗുരുജനങ്ങളെ, എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ നല്ലൊരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി സാംസ്കാരിക പാന്താവിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും നിലാവ് എന്ന പേരിട്ട് വളരെ മനോഹരമായ ഒരു സമ്മേളനമൊക്കെ ഇവിടെ നടത്തുകയും അതിനോടൊപ്പം നല്ല ഒരു സംഗീത വിരുന്നും ഒക്കെ ഒരുക്കിയിട്ടുള്ള വളരെ മനോഹരമായ ഇലിപ്പക്കുളത്തെ ഒരു സായാഹ്നത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായ ഈ നാടിന്റെ പ്രകൃതി വളരെ മനോഹരമാക്കിയിരിക്കുന്ന നാട്ടിന്റെ ഹൃദയത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഞാൻ ഈ വളരെ തിരക്ക് പിടിച്ച് വരുമ്പോഴും ഈ ഇലിപ്പക്കുളം എന്ന ഈ നാട്ടിലേക്ക് കയറുമ്പോൾ, ഈ വഴിയിലേക്ക് വരുമ്പോൾ വാട്സ്വർത്തിന്റെ വളരെ പഴയ ഒരു കവിത, ഡാഫഡിൽസ് എന്ന ഒരു കവിത ഓർക്കുമാറ്.
ഓർക്കാൻ അത്തരത്തിൽ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വിധം നീലോൽപ്പല മിഴികൾ ഏറെയുള്ള ഒരു വയൽ ഞാൻ പടിഞ്ഞാറ് കാണുകയുണ്ടായി. ഒരുപാട് നീലോൽപ്പല മിഴി എന്നൊക്കെ നിങ്ങൾ വയലാറിന്റെ പാട്ടുകൾ കേട്ടിട്ടുള്ളത് കൃത്യമായി കാണാവുന്ന വിധം. അതായത് വളരെ കാര്യമായി നിങ്ങളോട് പറഞ്ഞ പായലിന്റെ പൂക്കൾ, പായൽ പൂക്കളെയാണ് കവി നീലോൽപ്പലം എന്നൊക്കെ വിളിച്ചത്. നീലോൽപ്പലം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വലിയ സംഭവമാണ്, ഈ നാട്ടിലൊന്നും ഇല്ലാത്തൊരു കാര്യമാണെന്ന് തോന്നിയേക്കാം. പായൽ പൂവുകളെ പോലെയാണ് നിന്റെ മിഴികൾ എന്ന് ആരും ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ നീലോൽപ്പലങ്ങളെ കണ്ടുകൊണ്ട് ഇരിക്കുന്നൊരു നാട്. അപ്പൊ ഈ നാട്ടിലെ മനസ്സുകളിലും അത്തരം പൂക്കൾ വിരിയുന്നവർ ഉണ്ട്. സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മൂല്യം എന്താണെന്ന് ചോദിച്ചാൽ അതിലെ ജാതി, മതം, വർഗം, വർണ്ണം, വ്യത്യാസങ്ങൾ, ഇത്തരം വ്യത്യാസങ്ങൾ ഇല്ലാതെ പോവുകയും ഏതെങ്കിലുമുള്ള തരത്തിലുള്ള വിഭാഗീയതകൾ മനസ്സിലുള്ളവർ പോലും ഇത്തരം സാംസ്കാരിക കൂട്ടായ്മകളിൽ